നമ്മുടെ തോറും ഹൾക്കും എങ്ങനെയായിരിക്കാം നമ്മുടെ താനോസിന് മുന്നിൽ ആദ്യമേ തന്നെ ഡിഫീറ്റ് ആയത് എന്നുള്ള ചോദ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. കാരണം നമ്മുടെ തോറാണെങ്കിൽ ഗോഡ് ഓഫ് തണ്ടറും ഹൾക്കാണെങ്കിൽ ഒരു മോൺസ്റ്ററുമാണല്ലോ. എന്നിട്ടും എങ്ങനെയാണ് താനോസിൻ്റെ മുന്നിൽ ഡിഫീറ്റ് ആയത് എന്നുള്ള ചോദ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. കാരണം നമ്മുടെ റാനോറോക്ക് പടം കണ്ടവർക്കൊക്കെ അറിയാം, ഇവർ ഓൾറെഡി തന്നെ ഒരു യുദ്ധം കഴിഞ്ഞിട്ടാണ് വരുന്നത്, നമ്മുടെ തോറും ഹൾക്കും. ഇവിടെ ആകെയുള്ള ലക്ഷ്യം ആസ്കാർഡിലുള്ള ജനങ്ങളെ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ളത് മാത്രമാണ്. അപ്പോഴാണല്ലോ നമ്മുടെ താനോസ് വന്ന് നമ്മുടെ തോറിനെ ടോർച്ചർ ചെയ്യുന്നതും നമ്മുടെ ഹൾക്കിനെ ഡിഫീറ്റ് ചെയ്യുന്നതും. അതുമാത്രമല്ല, നമ്മുടെ അവഞ്ചേഴ്സുമായിട്ട് താനോസ് ആദ്യമായിട്ടാണ് ഒരു ഫൈറ്റിന് ഇറങ്ങുന്നത് നേരിട്ട്. അത്ര നാളും അവഞ്ചേഴ്സുമായിട്ട് തൻ്റെ ആർമിയെ വിട്ടിട്ടാണല്ലോ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതുമാത്രമല്ല, അതിൻ്റെ ആയിട്ടുള്ള എനർജിയൊക്കെ താനോസിന് കാണിക്കുന്നുമുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ഹൾക്കിനെയൊക്കെ വെറും 15ഉം 20ഉം സെക്കൻഡിട്ടാണ് നമ്മുടെ താനോസ് ഡിഫീറ്റ് ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് ഹൾക്കിനെ ഡിഫീറ്റ് ചെയ്തത് മർമ്മങ്ങൾ ഹൾക്കിനെ ഇടിച്ചിട്ടൊന്നും അല്ല, ഫൈറ്റ് ചെയ്തിട്ടല്ല ഡിഫീറ്റ് ചെയ്തത്. എനിക്ക് തോന്നുന്നത് ഇവർ ഫൈറ്റ് ഓൾറെഡി കഴിഞ്ഞ് വന്നതുകൊണ്ട് ഇവർ ഒന്നാമത് തന്നെ വീക്കാണ്. അതുമാത്രമല്ല, നമ്മുടെ അബോമിനേഷനുള്ള ഫൈറ്റും അതുപോലെ ഹൾക്ക് ബസ്റ്റർ വിസസ് ഹൾക്കുമായിട്ടുള്ള ഫൈറ്റും അതുപോലെ നമ്മുടെ തോറുമായിട്ടുള്ള ഫൈറ്റൊക്കെ കണ്ടാൽ തന്നെ അറിയാം, നമ്മുടെ ഹൾക്കിൻ്റെ 10% പോലും എനർജിയും പവേഴ്സും ഒന്നും ഹൾക്കിനില്ല. കാരണം ഹൾക്ക് വീക്കായിട്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ താനോസ് വന്ന് നമ്മുടെ ഹൾക്കിനെ ഡിഫീറ്റ് ചെയ്യുന്നത്. അല്ലാതെ താനോസിൻ്റെ ഫൈറ്റ് കൊണ്ട് വീഴുന്നവനല്ല നമ്മുടെ ഹൾക്ക്. അതുപോലെ നമ്മുടെ തോറും വെറും ഒരു പവർ സ്റ്റോണിൻ്റെ പവറിലൊന്നും നമ്മുടെ തോറിനെ ഒന്നും ഡിഫീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഹൾക്ക് ഡിഫീറ്റ് ചെയ്യുന്നതിനേക്കാൾ ഇരട്ടിയുള്ള എനിമീസിനെ ഫൈറ്റ് ചെയ്ത് ഡിഫീറ്റ് ചെയ്ത ആളാണ് നമ്മുടെ തോറ്. അതുമാത്രമല്ല, നമ്മുടെ തോറും വീക്കായിട്ടിരിക്കുവാണ്. കാരണം തോറും യുദ്ധം കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, 5 സ്റ്റോൺ ഉപയോഗിച്ചിട്ട് പോലും നമ്മുടെ തോറിനെ തടയാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ തന്നെ അറിയാലോ. എന്നിട്ട് തോറാണെങ്കിൽ നമ്മുടെ താനോസിൻ്റെ നെഞ്ചിൽ തന്നെ സ്റ്റോം ബ്രേക്കർ തറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ അറിയാലോ, നമ്മുടെ തോറും ആൾക്കും വീക്കായിരിക്കുന്നതുകൊണ്ടാണ് താനോസ് വിന്നായത്. അല്ലാതെ ഇവരെക്കാൾ പവർ താനോസിനുള്ളത് കൊണ്ടല്ല, ഇവർ ഓൾറെഡി വീക്കായിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ താനോസ് വിന്നായത്. അതല്ല, ഇവർ ഓണായിട്ടിരിക്കുകയാണെങ്കിൽ, ഇവർക്ക് നല്ല പവേഴ്സ് ഇരിക്കുവാണെങ്കിൽ താനോസ് വരുവാണെങ്കിൽ ഉറപ്പായിട്ട് താനോസിൻ്റെ കാര്യം തീരുമാനവും. താനോസിൻ്റെ മാത്രമല്ല, താനോസിൻ്റെ മക്കളുടെ കാര്യത്തിലും.